വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു പീറ്റർ പാൻ കോളർ വെച്ചിട്ടുള്ള ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി മെത്തേഡിലാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന 2.5 മീറ്റർ ടഫേറ്റ സിൽക്കിന്റെ മെറ്റീരിയൽ ആണ്. ഇത് നല്ല മെറ്റീരിയൽ ആട്ടോ, നല്ല ഗ്ലേസിംഗ് ഉള്ള നല്ല ഹാർഡ് ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയലാണ്. ഇത് 2 മീറ്റർ ലൈനിങ്ങും കൂടെ വേണം. അപ്പോൾ നമ്മൾ ലൈനിങ്ങിലാണ് ഞാൻ മെഷർമെന്റ് ഒക്കെ കാണിക്കുന്നത് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് നമ്മൾ കാണിക്കുന്നത്. പ്രൊഫഷണൽ ചെയ്യുന്ന രീതിയിലൊന്നുമല്ല, വളരെ ഈസി ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം മെഷർമെന്റ് എടുക്കാം. അപ്പോൾ ഞാൻ ഇത് യോക്ക് പാർട്ടിനുള്ളത് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഒരു 10 ഇഞ്ചാണ് യോക്കിന് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് ഒരു 11.5 ഇഞ്ച് യോക്ക് പാർട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ നോക്കാം. ഷോൾഡർ ഞാനൊരു 5.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. 5 ഇഞ്ചായാലും മതി കേട്ടോ. ഇതൊരു 7-8 ഇയേഴ്സ് ഉള്ള കുട്ടികൾക്ക് പറ്റിയ ഫ്രോക്കാണ്. ഇനി താഴേക്ക് നമുക്ക് ആം ഹോളിന് 6 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 5.5 ഇഞ്ച് ഷോൾഡറും 6 ഇഞ്ച് ആം ഹോളും കൊടുക്കുന്നുണ്ട്. ആം ഹോൾ ഇത്തിരി ലൂസ് ആയാലും കുഴപ്പമില്ല, നമുക്ക് പിന്നെ ടൈറ്റ് ചെയ്യാലോ. ഇനി ചെസ്റ്റ് നോക്കാം. ചെസ്റ്റ് നമുക്ക് 6 ഇഞ്ചാണ് വേണ്ടത്. ഞാൻ 2 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് 8 ഇഞ്ചോളം എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതേപോലെ തന്നെ വേസ്റ്റ് 1 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ താഴേക്ക് വേസ്റ്റും കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നെക്ക് നോക്കാം. അപ്പം നെക്ക് ഞാൻ 3 ഇഞ്ചാണ് വിഡ്ത്ത് കൊടുക്കുന്നത്. അതേപോലെ താഴോട്ട് ലെങ്ത് കൊടുക്കുന്നത് ഒരു 3.5 ഇഞ്ചാണ് കേട്ടോ. ഒത്തിരി ഇറക്കണ്ട, ഇതിന് ചെറിയൊരു കഴുത്ത് കൊടുത്താൽ മതി. ഇത് ഞാൻ മുന്നൊക്കെ കാണിച്ച ഫ്രോക്കിൻ്റെ ഒക്കെ അളവ് തന്നെയാണ്, അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് ആം ഹോളും കൂടെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതേ യോക്ക് പാർട്ടിനുള്ള മെഷർമെന്റ് കറക്റ്റ് നമ്മൾ ലൈനിങ്ങിൽ എടുത്തിട്ടുണ്ട്. ഇനി അതേ മെഷർമെന്റ് വെച്ചിട്ട് നമുക്ക് നല്ല തുണിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇത് എടുക്കുമ്പോൾ നമ്മൾ തുണി വെക്കുമ്പോൾ കുറച്ചൊന്ന് നീക്കി വെക്കുക. നമ്മൾ ഇതിൽ ബാക്ക് സിബ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇവിടെ ഒന്ന് ഗ്യാപ്പ്, ഒരു ഇഞ്ചോളം ഗ്യാപ്പ് നീക്കിയിട്ടിട്ട് വേണം തുണി ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് സിബ് വെക്കുമ്പോൾ ചെറുതായിട്ട് ബാക്കിൽ തുണി ആവശ്യം വരും, അതിന് വേണ്ടിയിട്ടാണ്. സിബ് വെക്കുന്നില്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് തന്നെ ലൈനിങ്ങിൻ്റെ അതേ അളവ് തന്നെ എടുത്താൽ മതിയാവും. അപ്പോൾ യോക്ക് പാർട്ട് 2 നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട്, കോളർ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കാം. നമുക്ക് ഇതുപോലെ ഒരു 4 മടക്കാക്കിയിട്ട് ഒരു ചെറിയ പീസ് എടുത്ത് വെക്കുക തുണി. എന്നിട്ട് ഇതിൻ്റെ നമ്മൾ ലൈനിങ് മെഷർമെന്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ലൈനിങ്ങിന്റെ പീസ് നെക്ക് ഇങ്ങനെ ഈ ഒരു കോർണറിൽ ചേർത്ത് വെച്ചിട്ട് നെക്ക് അടയാളപ്പെടുത്താം. ഇതേപോലെ തന്നെ നെക്കിന്റെ അതേ സെയിം മെഷർമെന്റ് തന്നെ. എന്നിട്ട് അതിന്റെ സൈഡിൽ കൂടി നമുക്ക് എത്രയാണോ കോളറിന് വിട്ട് കൊടുക്കണ്ടേ അത്രയും നമ്മൾ ചുറ്റി നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇപ്പൊ ഞാനിപ്പോൾ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 2.5 3 എത്ര വീതി വേണമെന്നുണ്ടെങ്കിൽ അത്രയും കൊടുക്കാം. ഇപ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ ചെറുതാക്കി വന്നിട്ട് താഴെ വലിയ സൈസ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതല്ല താഴേന്ന് ചെറിയ സൈസ് മുകളിൽ വലിയ വീതി വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ 2 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് കറക്റ്റ് 2 ഇഞ്ച് തന്നെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ താഴെയും മേലെയും നമ്മൾ തയ്യൽ തുമ്പ് ഒരു 1/4 ഇഞ്ച് വിടണം. എന്നാലാണ് നമ്മളത് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് 2 ഇഞ്ച് വലുപ്പം കിട്ടുള്ളൂ കോളറിന്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ച് താഴെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം. താഴെ മേലെ 2 സൈഡും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതങ്ങ് കട്ട് ചെയ്തെടുത്തേക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഈ ഒരു സൈഡിൽ നമുക്ക് കർവ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതല്ല വേറെ ഏതെങ്കിലും ഹാർട്ട് ഷേപ്പോ അങ്ങനെയൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കർവ് മാത്രമാണ് കൊടുക്കുന്നത്. അതല്ല സ്ട്രെയിറ്റ് ആയിട്ട് വിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഇതങ്ങ് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിനനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇപ്പൊ നമുക്കിത് 2 പീസായിട്ടാണ് ഇരിക്കണേ. ഇനി അത് നമ്മൾ കട്ട് ചെയ്തിട്ട് 4 പീസാക്കാം. ഇനി ഇതേപോലെ തന്നെ നമ്മൾ 2 ക്യാൻവാസ് പേപ്പറും കൂടെ ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ കോട്ടൺ ഒക്കെ ആണെങ്കിൽ ക്യാൻവാസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ സിൽക്ക് ഒക്കെ ആണെങ്കിൽ മടങ്ങി പോകും. അപ്പോൾ ക്യാൻവാസ് ഉള്ളതാണ് നല്ലത്. അപ്പോൾ ഇത്രയും റെഡിയാക്കി വെക്കും.
ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ബാക്കി വന്നിട്ടുള്ള എല്ലാ തുണിയും എടുത്തിട്ട് മടക്കി വെച്ചേക്കുവാണ് സ്കേർട്ടിന് വേണ്ടിയിട്ട് കേട്ടോ. ഇതിപ്പോ 2 മീറ്റർ ആണെങ്കിലൊക്കെയും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിപ്പോ നല്ല തുണി ആയതുകൊണ്ട് കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ആണിത്. അപ്പൊ ഞാൻ ഫുൾ ആയിട്ട് അങ്ങ് എടുത്തു വെക്കുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് പ്ലീറ്റ്സ് അഴിച്ചിട്ടിട്ട് ലൂസ് ആക്കുകയൊക്കെ ചെയ്യാമല്ലോ. അതിന് വേണ്ടിയിട്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് വേസ്റ്റ് 20 മതി. അപ്പോൾ 20 ഇഞ്ചിന്റെ നമുക്ക് 3 ഇരട്ടിയോ 4 ഇരട്ടിയോ എടുക്കാം. ഇതിപ്പോൾ ഞാൻ ബാക്കി വന്ന തുണി ഫുള്ളായിട്ട് മടക്കി വെച്ചിട്ട് 4 മടക്ക് മടക്കിയിട്ട് ഒത്തിരി തുണി ഉണ്ട് കേട്ടോ. 24 ഇഞ്ചൊക്കെ ചുറ്റ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒത്തിരി പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയാണ്. ചുരുക്ക് കൂടുമ്പോൾ ഫ്രോക്കിന് ഭംഗി കൂടുക തന്നെയുള്ളൂ. നമുക്ക് പിന്നീട് വേണമെങ്കിലും അഴിച്ചെടുത്തൊക്കെ ചെയ്യാം. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ തുണി എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ കറക്റ്റ് തുണി ആയാലും മതി കേട്ടോ. ഇനി നമുക്ക് ലെങ്ത് നോക്കാം. അപ്പോൾ എനിക്ക് ലെങ്ത് എന്ന് പറയുന്നത് 20 ഇഞ്ചാണ് ഞാൻ ലെങ്ത് കൊടുക്കുന്നത്. നമുക്ക് മുകളിലും അതുപോലെ താഴെയും മടക്കി അടിക്കണം. അപ്പോൾ ഒരു 3 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ 23 ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്കേർട്ട് പാർട്ടും കട്ട് ചെയ്ത് വെച്ചു. ഇതേപോലെ തന്നെ ലൈനിങ്ങും കൂടെ കട്ട് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ കോളറും യോക്കും എല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ തയ്യൽ ആദ്യം നമ്മൾ കോളറാണ് തയ്ച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കോളർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതേ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഈ ക്യാൻവാസ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ക്യാൻവാസിൻ്റെ ഒരു 2 സൈഡ് ഉണ്ടാവും. ഒന്ന് ഒരു ഷൈനിങ് സൈഡ് ആയിരിക്കും, ഒന്ന് കുറച്ചും കൂടെ റഫ് ആയിട്ടുള്ള സൈഡ് ആവും. അപ്പോൾ ഷൈനിങ് ആയിട്ടുള്ള സൈഡിലാണ് ഗ്ലൂ. അത് വെച്ചിട്ട് നമ്മൾ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നല്ലപോലെ ഒട്ടിയിരിക്കും. ഈ തുണിയിൽ ഇതേപോലെ ഒട്ടിയിരിക്കും. നമ്മൾ 4 ഇഞ്ച് വിട്ടിട്ടാണ് ക്യാൻവാസ് കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ അതേ ഷേപ്പിലുള്ള പീസ് എടുത്തിട്ട് നല്ല വശവും ചേർത്ത് വെക്കുക. നല്ല വശം ഉള്ളിൽ വരുന്ന വിധത്തിൽ, അത് നമുക്ക് മറിച്ചിടാനുള്ളതാണ്. അപ്പോൾ ഈ ചീത്ത വശം, അതായത് ക്യാൻവാസ് വെച്ചിട്ടുള്ള സൈഡ് മുകളിൽ വരുന്ന വിധത്തിൽ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒരു റൗണ്ട് സ്റ്റിച്ച് കൊടുക്കണം. ഇതിൻ്റെ ഈ കോളറിൻ്റെ ഈ ഒരു സൈഡ് മാത്രം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് മറിക്കാനുള്ളതാണ്. ബാക്കി സൈഡ് ഫുള്ള് നമ്മളൊന്ന് റൗണ്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ ലൈനിങ് ഒക്കെ മറിച്ചെടുക്കില്ലേ, ഇതേപോലെ 2 എണ്ണം നമ്മൾ ഈ സൈഡ് ഓപ്പൺ ആക്കിയിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഈ 3 സൈഡ് നമ്മൾ അടിച്ചിട്ട് ഇതുപോലെ മറിച്ചെടുക്കുക. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇനി നമുക്ക് തയ്ക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നല്ല പീസ്, യോക്കിൻ്റെ നല്ല പീസ് എടുത്ത് വെക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ ലൈനിങ് മുകളിൽ വെച്ച് തയ്ച്ചിട്ട് അത് മറിച്ചിടുകയാണ് ചെയ്യുക. ഇതിൽ അങ്ങനെയല്ല. ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ ലൈനിങ്ങിൻ്റെ മുകളിൽ ആദ്യമേ വെക്കുന്നത് ഈ കോളറിൻ്റെ ഈ ഒരു സൈഡാണ്. നമ്മൾ പീറ്റർ പാൻ കോളറാണ് ചെയ്യുന്നത്. ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. നമ്മൾ പ്രൊഫഷണൽസ് ചെയ്യുന്ന രീതിയിലൊന്നുമല്ല. അപ്പം ഇങ്ങനെ കോളർ ആദ്യം വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വേണം ലൈനിങ് വെക്കാൻ. ഇങ്ങനെ ലൈനിങ് വെച്ചിട്ട് പിന്നെ നമ്മൾ സാധാരണ നെക്ക് അടിക്കില്ലേ, അതേപോലെ അടിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് മറിച്ചിടാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളൊന്ന് പിൻ ചെയ്ത് വെക്കുക. ആദ്യമേ ഈ കോളർ എടുത്തിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് നെക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, നമുക്ക് ഏതാണ് കംഫർട്ട് എന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്യുക. അപ്പം ഇങ്ങനെ ആദ്യം ഓർത്ത് വെക്കേണ്ടത്, നമ്മൾ ഏറ്റവും മുകളിൽ ലൈനിങ് ആണ് വരേണ്ടത്. ഏറ്റവും ആദ്യം വരേണ്ടത് യോക്ക് പാർട്ട്, സെൻറ്ററിൽ കോളർ, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഏറ്റവും അവസാനം വരേണ്ടത് ലൈനിങ് ആണെന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിടാം. അപ്പം ഇങ്ങനെ പിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് തയ്ക്കാനായിട്ട് ഈസിയാണ് കേട്ടോ. മാറിയൊന്നും പോകത്തില്ല. ഇതേപോലെ നല്ല ക്ലിയർ ആയിട്ട് വരും. ഇങ്ങനെ നമ്മൾ ഫ്രണ്ടും ബാക്കിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. ബാക്കിൽ സാധാരണ നമ്മൾ ലൈനിങ് ഇട്ടിട്ട് കട്ട് ചെയ്തിട്ട് മറിച്ചിടുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡും ഇതുപോലെ മറിച്ച് തയ്ച്ചെടുക്കാം. ഇപ്പം നമ്മൾ 2 നെക്ക് സൈഡും നല്ല ക്ലിയർ ആയിട്ട് തയ്ച്ചിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ നമ്മൾ പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഷോൾഡറുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യണം. അപ്പം നല്ല വശവും ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ഷോൾഡറുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യാം.
അതിനുശേഷം നമ്മൾ ചെയ്യാനുള്ളത് ഈ സ്ലീവ്, നമ്മൾ സ്ലീവ് വെക്കുന്നുണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇതേപോലെ 2 മടക്ക് കൊടുത്തിട്ട്, നമ്മൾ ഷോൾഡർ 5.5 കൊടുത്തേക്കുന്നത്. 5 കൊടുത്താൽ ഇങ്ങനെ മടക്കാൻ പറ്റില്ല. 5.5 കൊടുത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മടക്കി തയ്ക്കാനായിട്ട് പറ്റും. ഇനി അത്ര നമുക്ക് ഷോൾഡർ തുണി ഇല്ലാന്നുണ്ടെങ്കിൽ തയ്ച്ചു വരുമ്പോൾ ചിലപ്പോൾ പോവും. അപ്പോൾ തുണി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് പീസ്, ക്രോസ് പീസ് എടുക്കണം. ചെയ്തിട്ട് നമ്മൾ സാധാരണ ലൈനിങ് വെക്കുമല്ലോ, അതുപോലെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ 5.5 ഇഞ്ച് എടുത്തുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് ഇതേപോലെ മടക്കാനുള്ളതുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് മടക്കുന്നത് കേട്ടോ, ക്രോസ് പീസ് വെക്കുന്നില്ല. അപ്പോൾ ഇത് 2 സൈഡും കറക്റ്റായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, 2 സൈഡും നമ്മൾ ആംഹോൾ മടക്കി വെച്ചിട്ടാണ് തയ്ച്ചേക്കുന്നത്, വേറെ പീസൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ബാക്കിൽ നമുക്ക് ഓപ്പണിംഗ് വെക്കണം. അപ്പോൾ ബാക്കിൽ കട്ടിങ് കൊടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ ഈ സെൻറ്ററിൽ കൂടി 2 തയ്യൽ അപ്പുറത്തും ഇപ്പുറത്തും തയ്ച്ചിട്ട് സെൻറ്ററിൽ കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ലൈനിങ് മാറിപ്പോണ പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ തയ്ക്കാൻ സമയം ലൈനിങ് മാറിപ്പോകും. ഇതേപോലെ 2 സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ സെൻറ്ററിൽ കൂടി കട്ട് ചെയ്യാം. അപ്പോൾ ലൈനിങ് മാറിപ്പോണ വിഷയം ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിൻ ചെയ്തിട്ട് കട്ട് ചെയ്താലും മതി കേട്ടോ. ഇനി നമുക്ക് സിബ് വെക്കാം. അപ്പോൾ സിബ് ഇങ്ങനെയാണ് ഇരിക്കുക, നല്ല വശമാണെങ്കിൽ. അപ്പോൾ നമ്മളത് ഇതുപോലെ മറിച്ചിടാം. മറിച്ചിട്ടിട്ട് നമ്മൾ ഇങ്ങനെയാണല്ലോ സിബ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സിബിൻ്റെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡ് വേണം നമ്മൾ ഈ സൈഡിലോട്ട് വെക്കാനായിട്ട്. അത് മാത്രം ഓർത്തിരുന്നാൽ മതി, ഓപ്പോസിറ്റ് സൈഡ് വെക്കുക എന്നുള്ളത് കേട്ടോ. ഇതാണ് സിബ് വെക്കുന്ന ഏറ്റവും ഈസി മെത്തേഡാണ് ഫ്രോക്ക് ചെയ്യാനായിട്ട്. നമ്മൾ വേറെ തുണിയൊന്നും വെച്ച് തയ്ക്കുന്നില്ല. ഇങ്ങനെ നമ്മൾ ഒരു എക്സ്ട്രാ 1 ഇഞ്ച് നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു പീസ് തന്നെ ഇതിൽ മതി. നമ്മൾ വേറെ പീസൊന്നും വെക്കണ്ട. ഇതേപോലെ നമ്മൾ ഓപ്പോസിറ്റ് വെച്ചിട്ട് ഈ സൈഡിലേക്ക് ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് തയ്ക്കുക. നമ്മൾ സിബ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ വെക്കുക. ഈ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്തതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, ഓപ്പോസിറ്റ് സൈഡിൽ ആദ്യം വെക്കുക. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ വെക്കാനായിട്ട് എളുപ്പമാവും. ഇതേപോലെയാണ് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത്. ഫൂട്ട് കുറച്ചൊന്ന് നീക്കിയിട്ട് വേണം തയ്ക്കാൻ കേട്ടോ, അല്ല എന്നാലും ഇങ്ങനെ ഫിനിഷിങ് കിട്ടുള്ളൂ. എന്നിട്ടൊന്ന് ഇങ്ങനെ മടക്കി വെച്ചിട്ടൊന്ന് അയൺ ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടും സിബ്. ഇനി നമ്മൾ ഇവിടെ തുണി എക്സ്ട്രാ വന്നിട്ടുണ്ടല്ലോ, ഈ ഒരു പീസ് ഫിനിഷിങ്ങിനായിട്ട് ഒന്ന് മടക്കി വെച്ചിട്ട് തയ്ക്കാം. മടക്കി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ പീസ് ഉണ്ടല്ലോ അതിലേക്ക് സ്റ്റിച്ചിങ് വരാതെ നോക്കുക. നമ്മൾ ഈ ഒരു പീസ് മാത്രം മടക്കി വെച്ചിട്ട് അതിൽ മാത്രം തയ്യൽ കൊടുക്കുക. 2 സൈഡും ഇതേപോലെ മടക്കി വെച്ചിട്ട് ആ ഒരു പീസിൽ മാത്രം തയ്യൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അത്രയും കൂടി ആയാൽ സിബ് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ ഇതേപോലെയുള്ള റിബൺ വെക്കുക, വള്ളി റിബൺ എന്താണെങ്കിൽ അത് വെക്കുക. അത് നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് വെക്കുക. ഫ്രോക്കിൻ്റെ നമുക്ക് സ്കേർട്ട് പാർട്ടായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ളതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് മുകളിൽ കയറ്റി വെക്കുക. ഉള്ളിലോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക, പുറമേക്ക് സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ. ഈ പീസ് ഇങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് വെച്ചിട്ട് ഒരു തയ്യൽ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ ബാക്ക് പാർട്ടും കൂടി ജോയിൻറ്റ് ചെയ്യുക. നമ്മൾ ബ്ലൗസ് പോലെ നമ്മൾ യോക്ക് പാർട്ട് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് സ്കേർട്ട് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ സ്കേർട്ട് പാർട്ട് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ മേലെ മേലെ വെച്ചിട്ട് കൊടുക്കുന്ന നോർമൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ ഏറ്റവും ലൂസായിട്ടുള്ള സ്റ്റിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വലിക്കുന്ന പ്ലീറ്റ്സ് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുള്ള ഭാഗത്ത് വേണം അങ്ങനെ ചെയ്യാനായിട്ട് കേട്ടോ. നമുക്ക് ഇതുപോലെ മെഷീൻ കട്ട് വരുന്ന സൈഡിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്കിങ്ങനെ വലിക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. നമ്മളിങ്ങനെ സ്റ്റിച്ച് കൊടുത്തിട്ട് വലിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള പീസിൽ തന്നെ ലൂസായിട്ടുള്ള സ്റ്റിച്ച് കൊടുക്കാൻ നോക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല കറക്റ്റായിട്ട് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ പ്ലീറ്റ്സ് എടുക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മൾ കുഞ്ഞിതായിട്ടുള്ള നല്ല ഈവൺ ആയിട്ടുള്ള ഫ്രിൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടിരിക്കും. തുണി കൂടും തോറും നമുക്ക് ആ ഫ്രോക്കിൻ്റെ ഭാഗത്തിന് നല്ല വിരിവ് കിട്ടും. ഇനി നമുക്കിത് മടക്കിയും കൂടെ തയ്ക്കണം. ഇതിൻ്റെ കൂടെ ലൈനിങ്ങും ഇതേപോലെ തന്നെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ലൈനിങ്ങിന് ഞാൻ നോർമൽ പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതുപോലുള്ള ചുരുക്ക് പ്ലീറ്റ്സ് അല്ല കേട്ടോ, തുണി കുറച്ച് കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇത് നമ്മൾ ചേർത്ത് വെച്ച് തയ്ക്കണം. ചീത്ത വശത്ത് ചേർത്ത് വെച്ച് തയ്ച്ചിട്ട് സ്കേർട്ട് പോലെ ആക്കിയെടുക്കണം. ലൈനിങ്ങും നല്ല വശവും ചേർത്തിട്ട് നമ്മൾ അടിയിലൊക്കെ ഇതേ മടക്കി തയ്ച്ചിട്ടുണ്ട്. 1 ഇഞ്ച് വെച്ചിട്ട് മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ലൈനിങ്ങും കൂടെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ സ്കേർട്ട് പോലെ ആക്കിയെടുക്കണം. ഇതേപോലെ നമ്മൾ സ്കേർട്ട് പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് യോക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് മുൻപേ നമ്മൾ ലൈനിങ് ഒക്കെ മടക്കി തയ്ക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ മെഷീൻ കട്ട് ആയതുകൊണ്ട് ലൈനിങ് മടക്കി തയ്ച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ലൈനിങ് കട്ട് ഇതുപോലെയുള്ള മെഷീൻ കട്ട് ആണെങ്കിൽ
തുണി സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ മടക്കി തയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ട് ഭാഗവും നമ്മൾ മെഷീൻ കട്ട് വരുന്ന ഭാഗം അങ്ങനെ മടക്കി തയ്ച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് യോക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ യോക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ നല്ല വശവും ചേർന്നിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് ഇടുമ്പോൾ യോക്ക് പാർട്ട് നല്ല വശവും സ്കേർട്ട് പാർട്ട് നമ്മൾ ചീത്ത വശമാണ് മറിച്ചിട്ടിട്ടുണ്ടാവുക. എന്നാലാണ് ഉള്ളിലേക്ക് ഇടുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് യോക്ക് വിട്ടിട്ടാണല്ലോ തയ്ച്ചേക്കുന്നത്. റിബണിൻ്റെ അവിടെ നമ്മൾ 1/2 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഭാഗം കറക്റ്റായിട്ട് വെക്കുക. ഇതിപ്പോൾ സിൽക്കിൻ്റെ ആയതുകൊണ്ട് ഇങ്ങനെ നൂല് പിന്നിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ ഇൻ്റർലോക്ക് കൊടുക്കുകയാണ് നല്ലത്. ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഒരു സിഗ്സാഗ് സ്റ്റിച്ച് കൊടുക്കുകയാണ് നല്ലത്. അപ്പോൾ ദേ നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ചുരുക്ക് പ്ലീറ്റ്സ് കൊടുത്തതുകൊണ്ട് നല്ല വിരിവിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. റിബണൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്രണ്ടിൽ ബോയോ അല്ലെങ്കിൽ ബാക്കിൽ ബോയോ ഒക്കെ ആക്കി എടുക്കാം. നമ്മൾ 1 ഇഞ്ച് വെച്ചിട്ട് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ പ്ലീറ്റ്സ് കുറച്ച് ഞാൻ കൂടുതൽ കൊടുത്തിട്ടുണ്ടെന്നല്ലേ തുണി. അപ്പോൾ അത് ഇനി നമുക്ക് പിന്നീട് വേണമെങ്കിൽ ലൂസാക്കിയിട്ട് ഇടാം. അതിന് വേണ്ടിയിട്ടാണ് ആ തുണി ഉള്ളിൽ മടക്കി വെച്ച് തയ്ക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ നെക്കിൽ വേണമെങ്കിൽ ഒരു പീസ് വെച്ച് തയ്ച്ചിട്ട് വർക്ക് ചെയ്യാം. ഈ നെക്കിലും അതുപോലെ കോളറിലും അതിൻ്റെ വേസ്റ്റിലോ അങ്ങനെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാം കേട്ടോ. ഇത് പ്ലെയിൻ തുണി ആയതുകൊണ്ട് അപ്പോഴാണ് അതിൽ ഭംഗി വരുള്ളൂ. ഞാനപ്പോൾ ഇതിൻ്റെ നെക്കിൽ ഇതേ ഇങ്ങനെ ഒരു ഡിസൈനാണ് കോളറിന് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഒരു സ്റ്റോണൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചിട്ടേ ഉള്ളൂ. അതേപോലെ തന്നെ ഹെഡ് ബാൻഡിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹെഡ് ബാൻഡിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പ്ലെയിൻ തുണി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു കോൺട്രാസ്റ്റ് കളർ ഷേപ്പ് കൊടുത്താൽ മതി കോളറിന് കേട്ടോ. ഏതെങ്കിലും വേറെ നല്ല കളർ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്തേക്കുന്നത്. ഫുൾ തിക്കായിട്ടുള്ള ആരി വർക്കും ഒക്കെ നമുക്ക് ഇവിടെ വേസ്റ്റിലും അതേപോലെ കോളറിലും കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പീറ്റർ പാൻ കോളർ ചെയ്തിട്ടുള്ള ഫ്രോക്ക്. വളരെ ഈസി അല്ലേ ചെയ്യാൻ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വേറെ നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.